നമ്മൾ നേരത്തെ പറഞ്ഞ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് അത് അതുപോലെ തന്നെ ഇരിക്കുന്നു, അല്ല അതിൻ്റെ തീവ്രത കൂടുകയാണ്. എന്തൊക്കെയാണ് ഈ തീവ്രതയിൽ കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുകയാണ്, കാര്യമില്ലാണ്ട് ദേഷ്യം വരികയാണ്, കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഒരു തോട്ട് എപ്പോഴും റിക്കറൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ചുറ്റുമുള്ള ആൾക്കാരൊന്നും നമുക്ക് പിടിക്കണില്ല, അവർ പറയണതൊന്നും പിടിക്കണില്ല. പൊതുവിൽ നമ്മൾ വിചാരിക്കുക നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന മാതിരിയോ കുറേ അഡ്വൈസ് ഒക്കെ തരുമ്പോൾ വരുന്ന അസ്വസ്ഥതയാണ്. പക്ഷേ സാധാരണ ചിലപ്പോൾ നമ്മളത് ടോളറൻ്റ് ആയതിനെ ഇപ്പോഴത്തെ ഘട്ടത്തിൽ നമുക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കുഞ്ഞിന് എന്തെങ്കിലും ചെയ്തു പോവോ, ഞാൻ എന്നെ തന്നെ കൊന്നു പോവോ, അല്ലെ കുഞ്ഞിന് എന്തെങ്കിലും ചെയ്തു പോവോ, ചുറ്റുമുള്ള ആൾക്കാർ ചെയ്തു പോവോ, പലപ്പോഴും ചിലർക്കെങ്കിലും ആത്മഹത്യാ ചിന്തകൾ വന്നേക്കാം അതിൻ്റെ കൂടെ. പൊതുവിൽ കാണപ്പെടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുമുള്ള ആൾക്കാർ പറയുക അവളെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് കുഞ്ഞിനെ മാത്രം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്, സ്നേഹം കൊടുക്കണോണ്ട് വരുന്നതാണെന്നൊക്കെയാണ് പൊതുവിലുള്ള ധാരണ. ഇത് അങ്ങനെയല്ല, ഇത് ശരീരത്തിലും തലച്ചോറിലും കെമിക്കൽ രാസവ്യത്യാസങ്ങളൊക്കെ കാരണം വരുന്നതാണ്. ഇതിനെയാണ് നമ്മൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് വിളിക്കുക. അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ എത്തിക്കഴിയുമ്പം ചികിത്സ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറഞ്ഞ അവസ്ഥയിലാണെങ്കിൽ മനഃശാസ്ത്രപരമായ ചികിത്സയും, അതല്ല ഇച്ചിരി കൂടെ മോഡറേറ്റ് ടു സിവിയർ അവസ്ഥയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഗുളികകളായിട്ടുള്ള ചികിത്സയും തെറാപ്പിയും കണ്ടിന്യൂ ചെയ്ത് വേണ്ടി വരികയും.